ഷിബീറിനറിയോ? എങ്ങനെയുണ്ട് ആള്? അടിപൊളിയാ. എന്നോട് പറഞ്ഞിരുന്നോ വഴി ഉണ്ടാക്കി തരാൻ? എന്നാ പറഞ്ഞേ? ഇലക്ഷന്റെ എന്താ പറഞ്ഞേ? ഇവിടെ തോറ്റാലും ജയിച്ചാലും ഇവിടെ റോഡ് വരും പറഞ്ഞു. വന്നോ? വരും. സന്തോഷമായപ്പോ ബൈക്കൊക്കെ വിറ്റിട്ടപ്പോ ഞങ്ങൾ സഹിക്കാന്ന് പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര എന്താ ഒരു കുടുംബവും കുട്ടികളുള്ള ആളല്ലേ, ഒന്നുമില്ല ഫാമിലി, എന്റെ അനിയ സുഖമില്ലാത്തൊരു അനിയ, അതൊക്കെ ഞങ്ങൾ പറയുന്നത് കേട്ടിരിക്കണം. ചോന അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ആക്കി തന്നതാണ്. Jamjoom Hypermarket, exceeding expectations. നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണ യാത്രയിൽ നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന്. ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ഇലക്ഷൻ സമയങ്ങളിൽ പല വാഗ്ദാനങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ വിജയിച്ചു കഴിഞ്ഞാൽ അതൊന്നും നടപ്പിലായി കാണാറില്ല. നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതിനായി സ്വന്തം ബുള്ളറ്റ് വിറ്റ് വാക്ക് പാലിച്ച വഴിയില്ലാതെ വഴിമുട്ടിപ്പോയ ജീവിതങ്ങൾക്ക് വഴികാട്ടിയായി മാറിയ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ 4-ാം വാർഡിലെ വാർഡ് മെമ്പർ ഷബീർ മാഞ്ഞമ്പ്രയാണ് നമ്മോടൊപ്പമുള്ളത്. സ്വന്തം ബുള്ളറ്റൊക്കെ വിറ്റ്, നമ്മുടെ വാഹനമൊക്കെ വിറ്റ് ഇവർക്കൊരു സഹായം ചെയ്യാന്ന് തോന്നുന്നത് ഏതൊരു സമയത്താണ്? ഞാന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായി ഈ മുണ്ടക്കപ്പള്ളിയിലുള്ള ഒരു പ്രദേശത്തേക്ക് എത്തിയപ്പോ ഒരുപാട് പാവങ്ങളെ നമ്മൾ കണ്ടു. 10-ലധികം വീടുകളുണ്ട്. അവരൊക്കെ പറഞ്ഞ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു വിഷയം ഈ ഒരു സ്ഥലത്തേക്ക് വഴിയില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് നേരിട്ട് കാണുന്ന ഒരു സംഭവമാണ് അവരുടെ സങ്കടങ്ങള്. ഒരുപാട് വർഷക്കാലം പലരെയും കണ്ടു, പല ആളുകളെടുത്ത് അവർ ഈ ഒരു വിഷയം ഉന്നയിച്ചു. അവരൊക്കെ പറഞ്ഞത് പല ആളുകളും ഞങ്ങൾ പറഞ്ഞു പറ്റിച്ചു എന്നുള്ളതാണ്. ഇലക്ഷൻ കഴിയും, അവരങ്ങനെ വോട്ട് നേടി വിജയിച്ചു പോകും. അപ്പോ സ്ഥിരമായിട്ട് ഒരു പാർട്ടി ഇവിടെ വിജയിച്ചിരുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ അവർക്ക് ഈ വോട്ട് ചോദിച്ചു വന്നപ്പോ തന്നെ അവര് വളരെ അധികം ദേഷ്യത്തോടു കൂടിയിട്ടാണ് എന്നോട് സംസാരിച്ചത്. കാരണം എന്നല്ല, മുമ്പ് വന്ന ഇനിയിപ്പോ മത്സരിക്കാൻ വന്ന സ്ഥാനാർത്ഥികളൊക്കെ ആ രീതിയിൽ അവരോട് പെരുമാറിയത് കൊണ്ടാവാം നമ്മളടുത്ത് അങ്ങനെ പെരുമാറിയിട്ടുള്ളത്. അപ്പൊ ഞാൻ അവരൊക്കെ ഒരു സ്ഥലത്ത് കൂട്ടിയിരുത്തി അവരടുത്ത് പറഞ്ഞു, എല്ലാവരെയും പോലെയല്ല, ഞാൻ ഈ നാട് ഞാൻ കണ്ടതുകൊണ്ട്, നിങ്ങളെ വീട് ഈ പ്രദേശമൊക്കെ കണ്ടതുകൊണ്ട് ഞങ്ങൾക്കൊരു വാക്ക് തരുന്നുണ്ട്, ഞാൻ ജയിച്ചാലും തോറ്റാലും. അങ്ങനെയാണ് അവരടുത്ത് പറഞ്ഞത്. കാരണം വെച്ചാൽ ജയിച്ചാൽ ചെയ്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരടുത്ത് കാര്യമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു, ഞാൻ തോറ്റാലും ജയിച്ചാലും നിങ്ങളുടെ നാട്ടിൽ ഞാൻ വന്നതുകൊണ്ട് ഞാൻ ഒരു അടയാളപ്പെടുത്തലുണ്ടാവും. നിങ്ങളുടെ ഈ 35 വർഷത്തെ ഒരു പ്രശ്നം ഇവിടെ വഴിയില്ല എന്നുള്ളതാണ്. ആ വഴിയില്ലാത്ത കാര്യം ഞാൻ പരിഹരിക്കുന്നുള്ളതാണ് അവർക്ക് വാക്ക് കൊടുത്ത്. ഇന്നേക്ക് ഏകദേശം സത്യപ്രതിജ്ഞ ചെയ്ത് ഈ പീച്ചാനിപ്പറമ്പ് വാർഡിന്റെ ജനപ്രതിനിധിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മാസമായി. അപ്പോ ഈ ഒരു മാസം കൊണ്ട് തന്നെ ഇതൊരു കട്ടുപ്പാറ സ്വദേശിയുടെ റഫീഖ് എന്ന് പറഞ്ഞ ആളുടെ പ്രോപ്പർട്ടിയാണ്. നമുക്കറിയാം നന്നായിട്ട് ലെങ്ത് ഉള്ള ഒരു സ്ഥലമാണ് ഉള്ളത്. അപ്പൊ അദ്ദേഹം തന്നെ അതിന്റെ ആദ്യ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഏകദേശം 3 ലക്ഷം രൂപക്കാണ് ആ ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ടായത്. അതിനുശേഷം താഴോട്ട് ഒത്തിരി സ്ഥലമുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ആ ഒരു പ്രോപ്പർട്ടി 3 സൗജന്യമായി തരാന്ന് പറഞ്ഞത് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ആശ്വാസമാണ്. അതിനുശേഷമുള്ള സ്ഥലം 3 ലക്ഷത്തിൽ കൂടുതലുണ്ട് ഇനി കൊടുക്കാൻ. പക്ഷെ എന്താ വെച്ചാൽ 3 പറഞ്ഞു 3 ലക്ഷം തന്നാ മതി, നിങ്ങൾക്ക് ആ വഴി തരുന്നു പറഞ്ഞു. അപ്പോ നമ്മള് ഒരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സത്യമാണ്. നമ്മള് മറ്റുള്ളവരടുത്ത് പറയുന്ന വാക്ക് നമ്മൾ പാലിക്കണം. അപ്പൊ പാലിക്കപ്പെടാൻ വേണ്ടിയിട്ട് 3 ലക്ഷം കണ്ടെത്തുന്നതിലേക്ക് പിന്നെ ബുള്ളറ്റ് എന്റെ കൂടെ ഒരുപാട് വർഷങ്ങളായിട്ട് ഉണ്ടാവുന്നൊരു വണ്ടിയാണ്. ഞാനിപ്പോ ഈ പ്രദേശത്ത് കൂടെ ഒക്കെ വരുമ്പോ ഇതിന്റെ സൗണ്ട് കേട്ടിട്ട് കാരണം കുട്ടികളൊക്കെ പലരും നമ്മളെ അടുത്ത് ഓടിയെത്തുക. പക്ഷെ ഇതിലേക്ക് ഫണ്ട് കണ്ടെത്തുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഈ ഒരു വാഹനം വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതിന് എത്ര കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അത് അതിലേക്ക് എടുത്ത് ബാക്കിയുള്ള ഫണ്ട് മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ സാമ്പത്തികമായി എത്രത്തോളം വലിയ രീതിയിലുള്ള ഒരാളൊന്നുമല്ല, പക്ഷെ നമ്മൾ മറ്റുള്ളവരടുത്ത് ഈ ഒരു വിഷയം ഉന്നയിച്ചു കഴിഞ്ഞാൽ തരുന്നുള്ള വിശ്വാസം നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വാഹനം വിൽക്കാന്നുള്ള അതിലേക്ക് നയിച്ചത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുത്ത വാക്ക് പാലിക്കപ്പെടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഏതായാലും ഇത് എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ വെച്ച് റെഡി ആക്കിയിട്ടുണ്ട്, എന്റെ പേരിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ ആസ്തിയിലേക്കും എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇനി എത്രയും പെട്ടെന്ന് ആ പൈസ കൊടുക്കുക. ആ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ആ എഗ്രിമെന്റ് വാങ്ങിയിട്ട് പഞ്ചായത്തിന്റെ ആസ്തിയിലേക്ക് കയറ്റുക. അതിനുശേഷം ഇവിടെ റോഡ് കൊണ്ടുവരിക എന്നുള്ളതാണ് ഉദ്ദേശം. അതിനുശേഷം ഈ ഗേറ്റ് ഒക്കെ തുറന്ന് ഇവർക്ക് ഗതാഗത യോഗ്യമാക്കണം എന്നുള്ളത് ഏറ്റവും വലിയൊരു ആഗ്രഹമാണ്. ആദ്യമായിട്ട് ഞാൻ കൊടുത്തൊരു വാഗ്ദാനമാണ് ഈ വാർഡിന്. ഈ ഒരു വാഗ്ദാനം ഞാൻ കൊടുത്തിട്ടുള്ളൂ. അത് നമ്മൾ നിറവേറ്റാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ബൈക്ക് കൊടുക്കുക എന്നുള്ളതിൽ ഒരുപാട് സങ്കടമുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരു ഒത്തിരി പേരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു സങ്കടം കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് കരുതുന്നത്. പല പല രാഷ്ട്രീയക്കാരോട് വന്ന് ജയിച്ചു പോയിട്ടുണ്ട്. അവരൊക്കെ വഴി തരാ, പല പല സൗകര്യങ്ങൾ ചെയ്തു തരാ ഒക്കെ വാഗ്ദാനങ്ങൾ മാത്രമല്ലാതെ ഒന്നും ഇവിടെ നടന്നിട്ടില്ല.
അപ്പോൾ ഇപ്പോൾ ഈ ഇലക്ഷന് 2 മാസത്തോളം ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അപ്പോൾ പുതിയൊരു നേതാവ് ഇവിടെ വന്നിട്ടുണ്ട്, ഷബീർ അവൻ്റെ പേര്. അപ്പം വഴി തരാൻ ഞങ്ങൾക്ക് വാഗ്ദാനം തന്നു. അപ്പോൾ ഞങ്ങൾ അവൻ്റെ കൂടെ നിന്നു. അപ്പോൾ അതൊക്കെ യാഥാർത്ഥ്യമായിട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ UDF പഞ്ചായത്ത് കമ്മിറ്റി അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ട് അവർക്കൊരു റോഡ് വെച്ചു കൊടുക്കാമെന്ന് മെമ്പറുടെ നേതൃത്വത്തിൽ മെമ്പർ ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ടായിരുന്നു അവർക്ക്. അത് മെമ്പർ നിറവേറ്റി അതിൻ്റെ പൂർണ്ണ രൂപത്തിലെത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഷബീർ എന്ന് പറയുമ്പോൾ ഷബീർ ഇവിടെ ഫസ്റ്റ് ടൈം വന്ന ടൈമിൽ നമുക്ക് പറഞ്ഞ വാക്ക് എന്നുള്ളത് ഞാൻ ജയിച്ചാലും തോറ്റാലും, അതായത് ജയിച്ചു പോയാൽ ചെയ്തില്ല എന്നുള്ളൊരു വാക്കായിരുന്നില്ല. ജയിച്ചാലും തോറ്റാലും ചെയ്ത് നമുക്ക് വഴിയുടെ കാര്യങ്ങൾക്ക് മുന്നിട്ട് ഇറങ്ങിത്തരാം, അതേപോലെ വഴിയുടെ കാര്യങ്ങൾ തീരുമാനമാക്കി തരാം എന്നുള്ളത് ജയിച്ചാലും തോറ്റാലും എന്നുള്ളൊരു ഉറപ്പായിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും അവൻ്റെ ഒപ്പം ആത്മാർത്ഥമായിട്ട് അവൻ്റെ ഒപ്പം നിൽക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കുകയും ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞ വാക്ക്, ഒരു ജനപ്രതിനിധി എന്നുള്ളതിൽ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഓരോ വാക്കിനൊരു വില കൽപ്പിക്കണം. അങ്ങനെ ഒരു വില കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഷബീർ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഇതോടുകൂടി കൂടുതലായിട്ട് വ്യക്തമാവുകയാണ്. നമ്മുടെ വാർഡിലെ ജനങ്ങൾക്ക് ഇത് വ്യക്തമായി കൊടുക്കുകയാണ്. ഈ ഒരു വാക്ക് നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ സ്വന്തം വണ്ടിയൊക്കെ ഒരു വ്യക്തി യൂസ് ചെയ്യണ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ വണ്ടിയൊക്കെ വിറ്റിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അറിയുമ്പോഴത്തേനും ഒന്നുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണത്. വർഷങ്ങളോളമായി ഗതാഗത സൗകര്യമില്ലാതെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ജീവിച്ച ജീവിതങ്ങൾക്ക് വെളിച്ചമായി മാറിയ ഷബീർ മാഞ്ഞമ്പ്രയെ മാതൃകയാക്കണം എല്ലാവരും. ഇതുപോലെയാകണം ഇനിയുള്ള ഭരണവും. പെരിന്തൽമണ്ണ ഫെസ്റ്റ് 199 രൂപയുടെ മഹാത്ഭുതം കിംസ് അൽ ഷിഫ ഹോസ്പിറ്റലിന് സമീപം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ.